ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവവികാസം കാണാനിടയായി. ഞാൻ കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി അംഗം, CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ വി കുഞ്ഞികൃഷ്ണൻ്റെ വെളിപ്പെടുത്തലുകളാണ്. ഏഷ്യാനെറ്റിലെ ശ്രീ വിനു വി ജോൺ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് കണ്ടു 3 മണിക്ക്. പോയി അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ കേട്ടിട്ട്. ശ്രീ കുഞ്ഞികൃഷ്ണൻ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അദ്ദേഹം ഈ പാർട്ടിയെക്കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, പാർട്ടിയെ പുറത്തുനിന്ന് ആർക്കും തകർക്കാൻ പറ്റിയതാണ് ഈ പാർട്ടിയെ. പക്ഷേ ഈ പാർട്ടിയെ തകർക്കുന്നത് വേറെ ആരുമല്ല, തകർക്കാൻ പറ്റുന്നതും പാർട്ടിക്ക് ഉള്ളിൽ നിൽക്കുന്നവർക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അദ്ദേഹം ആ ഒരു രീതിയിൽ അതിന് വർത്തമാനം പറഞ്ഞു. മാത്രമല്ല, അദ്ദേഹം ഒരു പുസ്തകം ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പേര് പറഞ്ഞത്, ആ പുസ്തകത്തിൻ്റെ ഉള്ള ക്യാപ്ഷൻ, അതിന് ടൈറ്റിൽ വരുന്നത് അണികൾ നേതൃത്വത്തെ തിരുത്തണം എന്നുള്ളതാണ്. അത് പാർട്ടി ലൈനാണെന്നാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. പാർട്ടി ലൈൻ എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം ഞാൻ ആ പാർട്ടിയായിട്ട് ബന്ധമൊന്നുമുള്ള ആളല്ല. പക്ഷേ അതിൽ ഇത്രത്തോളം സാമ്പത്തിക ക്രമക്കേടുകളും അഴിമതിയും തിരിമറിയും പാർട്ടിക്കുള്ളിൽ നടത്തും എന്ന് ഞാൻ ഇന്നേ വരെ കരുതിയിരുന്നില്ല, ഇത് കേൾക്കുന്നവരെ. അപ്പോൾ ഇത് കേട്ടു. നേരത്തെയും പല ഫണ്ട് പിരിവുകളെ സംബന്ധിച്ചൊക്കെ ഒരുപാട് ആക്ഷേപം വന്നിരുന്നു. പയ്യന്നൂരിലെ ധനരാജ് എന്ന് പറയുന്ന ഒരു രക്തസാക്ഷി CPMൻ്റെ കൊല്ലപ്പെട്ട ആളാണ്. പാർട്ടി പ്രവർത്തനത്തിന് നടത്തിയത് കൊണ്ട് മാത്രം കൊല്ലപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ പേരിലൊരു ഫണ്ട് പിരിവ് നടത്തി. 1 കോടി രൂപയിലേറെ അതിൽ നിന്ന് സമാഹരിച്ചു. അതിൽ നിന്ന് വകമാറ്റി ചെലവഴിച്ച കാര്യം പോലും ശ്രീ കുഞ്ഞികൃഷ്ണൻ പറയുന്നുണ്ട് പുറത്ത്. പാർട്ടി ഓഫീസിൻ്റെ, അതായത് ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ നിർമ്മാണത്തിന് എന്നുള്ള രീതിയിൽ അതിൽ നിന്ന് ഒരു 35 ലക്ഷം രൂപ കടമെടുത്തുന്നു കേട്ടോ. കാരണം അതിന് കടമെടുക്കേണ്ട കാര്യമില്ല, അവിടെ ഫണ്ടുണ്ട്. പാർട്ടി ഓഫീസിൻ്റെ നിർമ്മാണത്തിന് സഫീഷ്യൻറ്റ് ഫണ്ട് ഉണ്ടായിരുന്നപ്പോഴാണ് ഇതുപോലെ 70 ലക്ഷം രൂപ എങ്ങാണ്ട് അവിടെ ഉണ്ട്. അന്നേരമാണ് ഇത് 35 ലക്ഷം രൂപ ഇതിൽ നിന്ന് അടിച്ചു മാറ്റുന്നത് ആ പേരിൽ. ഇനി ഇതൊന്നുമല്ല, അവിടെ പയ്യന്നൂർ MLA ശ്രീ TA മസൂദിൻ്റെ പേരിൽ വലിയ ആരോപണങ്ങളാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. ആരോപണം എന്ന് പറഞ്ഞാൽ നമുക്കത് വെറും ആരോപണമായിട്ട് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ ഒക്കത്തില്ല. കാരണം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്, അക്കമിട്ടാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ അത് എണ്ണി പറയുന്നത്. എങ്ങനെയാണ് അത് ഫണ്ട് തിരിമറി നടത്തുന്നതെന്നും ഒക്കെ. അപ്പോൾ ഇലക്ഷൻ ഫണ്ട് രൂപീകരിക്കാനായിട്ട് ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് പണപ്പിരിവ് നടത്തി. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, സാധാരണഗതിയിൽ CPM ഫണ്ട് പിരിവ് നടത്തുക എന്ന് പറയുന്നത് ഒരു 4 പേരെങ്കിലും ഒന്നിച്ചു പോയി, പാർട്ടി അംഗങ്ങൾ ഒന്നിച്ചു പോയി ആണ് ഈ ഫണ്ട് പിരിക്കുന്നത്. പക്ഷേ ഇവിടെ മധുസൂദനൻ തന്നെത്താൻ പോയി ഫണ്ട് പിരിച്ചിട്ടുണ്ട് കേട്ടോ. അവസാനം ഇത് ഈ ബ്രാഞ്ചിൽ നിന്നും നേരെ ഏരിയ കമ്മിറ്റിയിലേക്ക്. അപ്പോൾ അദ്ദേഹം അന്ന് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ. അപ്പോൾ ഇതിൻ്റെ കണക്ക് സമർപ്പിക്കണം, അദ്ദേഹമാണ് ഇതിൻ്റെ കണക്ക് ബോധ്യപ്പെടുത്തേണ്ടത്. അപ്പോൾ നേരത്തെയുള്ള കമ്മിറ്റി ഇത് കണക്ക് തരുന്നില്ല. അവസാനം വളരെ കഷ്ടപ്പെട്ട് കണക്ക് കൊടുത്തപ്പോൾ ചെലവിലും വരവിലും ഒക്കെ ഒരുപാട് വളരെ വലിയ തിരിമറികൾ കണ്ടുപിടിക്കാനിടയായി. അദ്ദേഹത്തിന് തന്നെയാണ് ഓഡിറ്ററായിട്ട് അദ്ദേഹത്തിനെ തന്നെ വെച്ചു ഇത് ഓഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നോക്കിയപ്പോൾ എന്താ, അവസാനം റെസീറ്റ് ബുക്ക് ഇല്ല. റെസീറ്റ് ബുക്ക് 6 എണ്ണം വരേണ്ട സ്ഥാനത്ത് 2 റെസീറ്റ് ബുക്കുകളാണ് കൊണ്ട് കൊടുത്തേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വളരെ വൈകിയ വേളയിൽ ഒരുപാട് പ്രഷർ ചെലുത്തിയപ്പോൾ 4 റെസീറ്റ് ബുക്കുകളൂടെ കൊണ്ട് കൊടുത്തു. പക്ഷേ അത് നോക്കിയപ്പോൾ ഈ 2 എണ്ണവും ഈ 4 എണ്ണവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഒരു പ്രസ്സിൽ അടിച്ചതല്ല എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ആ പ്രസ്സുകാരെ അദ്ദേഹം സമീപിച്ച് നോക്കി. ചെന്നപ്പോൾ പറഞ്ഞു, ഇത് ഈ പ്രസ്സിൽ അടിച്ചല്ല, ഇതിവിടെ അടിച്ചല്ല ഇത് എന്ന് പറഞ്ഞു. അപ്പോൾ രസീത്, കാരണം എന്താ, ഈ വരവ് ഒരിക്കലും പുറത്തറിയരുത്. കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ടുണ്ട്. ആ വരവ് അറിയാതെ ആണ് ബാക്കി ചിലവിൻ്റെ കണക്കുകൾ മാത്രം കൊടുക്കും. വരവ് ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ആദ്യം ഒരു 2 രസീത് ബുക്കാണ് കൊണ്ട് കൊടുക്കുന്നത്.
അപ്പോൾ നമ്മൾ നോക്കിക്കോണം, ഇത്രയും വലിയ കള്ളത്തരങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് കേട്ടുകേഴ്വിയുള്ള കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, കോപ്പറേറ്റീവ് സെക്ടറിൽ നിന്ന് സഹകരണ സംഘം ജീവനക്കാരുടെ കയ്യിൽ നിന്ന് ഫണ്ട് പിരിച്ചെടുക്കും. അത് 70 ലക്ഷം രൂപ ഉണ്ടെന്നാണ് അതിൻ്റെ കണക്കില്ല, വരവ്. ആ 70 ലക്ഷം രൂപ വരവ് അതിലില്ല. ആ പണം എങ്ങനെ പോയി എന്നുള്ളത് അറിഞ്ഞൂടാ. എങ്ങനെ പോയെന്ന് പറഞ്ഞാൽ അത് മറ്റ് നേതൃത്വത്തിലേക്കൊക്കെ പോയെന്നുള്ള ഒരു ധ്വനിയാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നിന്നും വെളിപ്പെടുത്തലിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. ഇത് പാർട്ടിക്കുള്ളിൽ നിന്ന് ഇതിനെ തിരുത്താനും ഇതിനെതിരെ പരാതിപ്പെടാനും ഒരു വലിയ ഒറ്റയാൾ പോരാട്ടം തന്നെ ശ്രീ വി കുഞ്ഞികൃഷ്ണൻ നടത്തിയിട്ടുണ്ട്. നടത്തിയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ പ്രതിഫലം എന്താണെന്നറിയോ? താക്കീത് അദ്ദേഹത്തിന് എന്ന് വെച്ചാൽ മര്യാദക്കിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഈ പാർട്ടി നേതൃത്വം എന്ന് പറയുന്നത് ഇന്നത്തെ നേതൃത്വം, പണ്ടത്തെ നേതൃത്വമല്ല, ഇന്ന നേതൃത്വം, അവർക്ക് ആദ്യം ആരും ചോദ്യം ചെയ്യുന്നത് ഇഷ്ടമല്ല. സത്യം ചൂണ്ടിക്കാണിച്ച് ചോദ്യം ചെയ്യുന്നത് ഒരു അസഹിഷ്ണുതയോടെ കാണുന്ന ഒരു നേതൃത്വമാണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നും വളരെ രസകരമായൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ചോദിച്ചു, പാർട്ടി അല്ല ഇനിയും മൂന്നാമത് അധികാരത്തിൽ വരണം എന്ന് വളരെ ആഗ്രഹമുണ്ട് എനിക്ക്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വളരെ ആഗ്രഹമുണ്ട് പാർട്ടി, അതായത് ഇടതുമുന്നണി അധികാരത്തിൽ വരണം. അപ്പോൾ ചോദിച്ചു, അത് ഈ പിണറായി സർക്കാർ അധികാരത്തിൽ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയുന്നത് ഇടതുമുന്നണി സർക്കാർ വരണം, ഇടതുമുന്നണി അധികാരത്തിൽ വരണമെന്നേ പറഞ്ഞുള്ളൂ, പിണറായി സർക്കാർ എന്ന് ഞാൻ പറഞ്ഞിട്ടേയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ വളരെ നല്ല ഒരു അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള ഒരു സംഭാഷണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഒരു സഖാവ് അദ്ദേഹത്തിൻ്റെ ചോദിച്ചു, ഇനി ഇത് അദ്ദേഹം എഴുതുന്ന പുസ്തകം അദ്ദേഹം തന്നെ പ്രിൻ്റ് ചെയ്യും, പബ്ലിഷ് ചെയ്യും, ഇല്ലെങ്കിലുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ അടുത്ത് വിന്നു ചോദിച്ചു, സാധാരണഗതിയിൽ ഈ പുസ്തകം ഒന്നായിട്ട് കത്തിച്ച് കളയാറുണ്ട്. അപ്പോൾ ആ സാധാരണഗതിയിൽ എന്ന് വെച്ചാൽ ഇത് പുറത്തോട്ട് പോകാതെ അത് നടക്കത്തില്ല, കാരണം ഞാനത് ആരെയും ഏൽപ്പിച്ചിട്ടില്ല, ഞാനും പ്രിൻ്ററും പബ്ലിഷറും ഒക്കെ ഞാൻ തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാനത് ആളുകൾക്ക് കൊടുക്കും, കാരണം അത് ഈ പാർട്ടിയെ തിരുത്താൻ വേണ്ടിയാണ്, ഒരു മനുഷ്യൻ്റെ പ്രയത്നം. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പാർട്ടിക്കുള്ളിൽ നിന്ന് ഒരുപാട് ഫൈറ്റ് ചെയ്തു ഈ പാർട്ടിയെ തിരുത്താൻ, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അതിന് പകരം ഈ പണം മോഷ്ടിച്ചു എന്നുള്ള വലിയ അലിഗേഷൻ, പണം തട്ടിപ്പ് നടത്തി, അഴിമതി നടത്തി എന്നുള്ള വലിയ അലിഗേഷനുള്ള ശ്രീ മധുസൂദനെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. ഇതാണ് അവിടുത്തെ ശിക്ഷ. എന്നിട്ട് അതിന് എടുത്തതോ, അദ്ദേഹം പറഞ്ഞു, ഈ പാർട്ടിയിലൊരു പരിപാടിയുണ്ട്, ഇതുപോലെ വലിയ അഴിമതി ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു കമ്മീഷനെ അങ്ങ് നിയോഗിക്കും. എന്തിനിത് ഒതുക്കാൻ ഉള്ള പരിപാടിയാണ്. അപ്പോൾ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ TV രാജേഷിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷനെയാണ് ഇദ്ദേഹം ഉയർത്തിയ ഈ പണാപഹരണത്തെ സംബന്ധിച്ചുള്ള ഈ കാര്യം, അഴിമതി ആരോപണം അന്വേഷിക്കാനായിട്ടുള്ള കമ്മീഷനായിട്ട് നിയമിച്ചത്. അവരങ്ങ് ക്ലീൻ ചിറ്റ് കൊടുക്കും, ഇങ്ങനെ ഒന്നും നടന്നിട്ടില്ല, ഒരു അഴിമതിയില്ല, യാതൊരു പ്രശ്നമില്ല, വരവ് കറക്റ്റ്, ചെലവ് കറക്റ്റ് എഴുതി അങ്ങ് കൊടുക്കും. അതാണ് സംഭവിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ എന്താണെന്ന് ഇതൊക്കെ. അപ്പോൾ ഇത് ഒരു പാർട്ടി ഇതിൽ നിന്നൊന്നും മുക്തമല്ല. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാൻ വിചാരിച്ചിരുന്നത് CPM-ൽ ഈ ഫണ്ട് പിരിവ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു വലിയ സുതാര്യത കാണും എന്നുള്ളൊരു കണക്കൂട്ടലുണ്ടായിരുന്നു. തെറ്റിപ്പോയി, ക്ഷമിക്കണം, വളരെയധികം തെറ്റിപ്പോയി. അപ്പോൾ അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു പാർട്ടിക്കുള്ളിൽ ഇത് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചപ്പം പിന്നെ അദ്ദേഹം തന്നെ EP ജയരാജൻ്റെ സ്വത്ത് സമ്പാദന കേസിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു, അതും ഇതുപോലൊരു കമ്മീഷൻ അങ്ങ് നിയോഗിക്കും. കമ്മീഷനെ നിയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യം തീർന്നു, ഒരു പ്രശ്നമില്ല. കമ്മീഷനാണ് ഇവർക്ക് വേണ്ടതെല്ലാം. അപ്പോൾ ശ്രീ കുഞ്ഞികൃഷ്ണൻ്റെ തുറന്നു പറച്ചിലെന്ന് പറഞ്ഞപ്പോൾ വിനു ചോദിച്ചു, പണ്ട് ഇതുപോലെ തുറന്നു പറഞ്ഞ ഒരാളെ കാര്യങ്ങൾ പറയാൻ, അതായത് പാർട്ടിയെ തിരുത്താൻ ശ്രമിച്ച ഒരാളെ 52 വെട്ടി കൊന്നതാണ്, അങ്ങനെ കാണാം, അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല എന്നാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. കാരണം ഇന്ന് അണികൾക്ക് അറിയാം. എന്നിട്ട് മാത്രമല്ല, ചോദിച്ചു, ഈ അണികൾ വളരെ അപ്രീതിയാണ്, അണികൾക്ക് വളരെ അസംതൃപ്തിയാണ് ഈ നേതൃത്വത്തോട് ഇന്നുള്ളത് എന്നാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ശരിയായ സഖാവ്. ഒരു നല്ല സഖാവിനെ ഞാൻ കണ്ടു. അഴിമതിയുടെ കറ പുരളാത്ത, ആ അഴിമതിക്കെതിരെ അഹോരാത്രം പണിയെടുത്ത, അതിനെതിരെ പ്രതികരിച്ച ഒരു നല്ല സഖാവിനെ കാണാനിടയായി. അപ്പോൾ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്, അടുത്തത് ഇലക്ഷൻ ഫണ്ട് തട്ടിപ്പ്, ഇതുപോലുള്ള എല്ലാത്തിലും മുഴുവൻ തട്ടിപ്പ്. ഈ തട്ടിപ്പെല്ലാം
കൈയോടുകൂടി അദ്ദേഹം പിടികൂടി. ആ പിടികൂടിയത് മനസ്സിലാക്കി അന്വേഷിച്ച് നേതൃത്വത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ ചോദിച്ചു, ഇത് എം വി അറിയാം, എം വി ഗോവിന്ദൻ അറിയാം, എം വി ഗോവിന്ദൻ കൂടെ ചേർന്നുകൊണ്ടാണല്ലോ എനിക്കെതിരെ നടപടി. അപ്പോൾ ചോദിച്ചു, അത് ഇത് ശ്രീ പിണറായി വിജയൻ ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ളതിന് എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ അതിന് തെളിവുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇത് മുഴുവൻ അക്കമിട്ട് അദ്ദേഹം നിരത്തിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ പാർട്ടിക്കിലെ ഒരു വലിയ കൊടുങ്കാറ്റായിട്ട് ഇത് മാറും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഈ സാധാരണഗതിയിൽ ഇങ്ങനെ പറയാൻ ധൈര്യപ്പെടുന്ന ഒരാളെയും ഈ CPM വെറുതെ വിടാറില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത്, സഖാക്കൾ, നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇതുപോലെ മരിച്ചുപോയ കൊല്ലപ്പെട്ട രക്തസാക്ഷിയായ ഒരാളുടെ അയാളുടെ ചോരയിൽ നിന്ന് പിരിച്ചെടുത്ത പണമുണ്ടല്ലോ, അത് തിന്നുന്നവനെതിരെ നിങ്ങൾ പ്രതികരിക്കണ്ടേ, അതെടുത്ത് തിന്നുന്നവനെതിരെ നിങ്ങൾ പ്രതികരിക്കണ്ടേ. അപ്പോൾ അത് ഓഡിറ്റിലൂടെ പുറത്ത് കൊണ്ടുവന്ന് മുഴുവൻ ശരിയാക്കി അതിനെക്കുറിച്ച് തെളിവ് ശേഖരിച്ച് കൊടുത്ത കുഞ്ഞുകൃഷ്ണനെതിരെ നടപടി. ഇതാണ് കാര്യം. അതുപോലെ അനധികൃത ഇടപാടുകളെല്ലാം അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചതാണ്. പക്ഷേ യാതൊരു പ്രയോജനം ഉണ്ടായില്ല. പാർട്ടി അദ്ദേഹത്തിനെ ശാസിച്ച് നിശബ്ദനാക്കാൻ നോക്കിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഞെട്ടിക്കുന്ന ഒരു വലിയ വെളിപ്പെടുത്തലാണ് ഈ കണ്ടേക്കുന്നത്. ഇനിയെങ്കിലും ഈ പണമുണ്ടല്ലോ, കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പണം, ഇതുപോലെ ഈ രാഷ്ട്രീയക്കാരിറങ്ങി വരുമ്പോൾ, അത് പിരിക്കാൻ വരുമ്പോൾ കൊടുക്കുന്നവർ 2 വട്ടം ആലോചിക്കണം. ഇത് പാർട്ടിക്ക് വേണ്ടിയല്ല ഇത് പോകുന്നത്. പലപ്പോഴും ഇതിൻ്റെ ഭാഗവും പോകുന്നത് നേതാക്കളിലേക്കാണ്. അവന്മാരൊക്കെ തടിച്ചു കൊടുത്തിരിക്കുകയാണ്. അത് ഈ രാഷ്ട്രീയം എന്നല്ല, ഈ പാർട്ടി എന്നല്ല, ഏത് പാർട്ടിയായാലും. അപ്പോൾ അത് ചിന്തിക്കണം, തിരിച്ചറിയണം. അണികൾ ഇത് അറിയണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് ഞാനിത് പ്രതികരിക്കാൻ നോക്കി, നടക്കുന്നില്ല. എന്നെ ശ്വാസിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് അണികൾ അറിയട്ടെ, പാർട്ടിയെ തിരുത്താൻ അണികൾ വരട്ടെ. അതുകൊണ്ടാണ് ഞാനിത് തുറന്നു പറയുന്നത് എന്ന് വളരെ തൻ്റെ ഇടത്തോടു കൂടി ശ്രീ വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ഇത്രയും ക്ലാരിറ്റിയോടുകൂടി ഒരാൾ ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കുറേ നാളായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഏതായാലും ശ്രീ വി കുഞ്ഞികൃഷ്ണന് ഈ തുറന്നു പറച്ചിലുകൾക്ക് അഭിവാദ്യങ്ങൾ.